ഇവനെന്താ ഇവിടെ? ഞാൻ ലവ് റിജക്ട് ചെയ്തോന്ന് വെച്ച് ഇവൻ സന്യാസിയാവാൻ പോവാണോ? ഫണ്ണി ഗായ്. അബി, അബിയുടെ ലവർ ആണല്ലോ. നമസ്കാരം. നമസ്കാരമോ? ഇതെന്താ പുതിയതായിട്ട്? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയോ? ഇന്ന് ശ്രീ വികാരിനാമ സമക്ഷരത അക്ഷരതു ദക്ഷിണായനം ശ്രാവണമാസം സപ്തമി സ്വാതി നക്ഷത്രയു. ഇന്നത്തെ ദിവസം വളരെ നല്ല ദിവസമാണ്. എന്റെ ഈശ്വര, എന്തൊക്കെയാ ഞാനീ കേക്കുന്നത്? ഷർട്ട് ബട്ടണൊക്കെ ഇട്ടിട്ടുണ്ട്, മേലത്തെ ബട്ടണൊക്കെ വിട്ട് ഹെയർ സ്റ്റൈലൊക്കെ മാറ്റിയിട്ടുണ്ടല്ലോ. നല്ല മാസായിട്ടുള്ള ആള്. ഇപ്പൊ നോക്കുമ്പോ ഫുൾ ഹാൻഡ്സ് ഒക്കെ ഇട്ടിട്ട് ഇൻഷർട്ട് ചെയ്തിരിക്കുന്നു. എന്ത് അടിപൊളിയായിട്ടുണ്ടെന്നറിയോ? താങ്ക് യു. ഇങ്ങനെ തന്നെ ഇരിക്കുകയാണെങ്കിൽ എനിക്ക് മാത്രമല്ല എന്റെ ഡാഡിക്ക് ഒരുപാട് ഇഷ്ടാവും. വാ പോവാം. എവിടേക്ക് എന്നെ കൊണ്ടുപോകുന്നത്? Happy birthday to you. Happy birthday to you. Happy birthday to you. ഇവളുടെ ഓരോ പിറന്നാളിനും ഒരു കോസ്റ്റ്ലി കാറോ അല്ലെങ്കിൽ ഒരു സെൽഫോണോ എന്നോട് ചോദിക്കും. പക്ഷേ ഈ പിറന്നാളിന് എന്നോട് എന്താ ചോദിച്ചെന്നറിയോ? ഡാഡി, നമ്മുടെ ആശുപത്രിയില് പെൺകുട്ടികൾ ജനിച്ചാൽ ഫ്രീ ട്രീറ്റ്മെന്റ്, നോ ബിൽ എന്നൊരു സമ്മാനമാണ് ചോദിച്ചത്. അത് ഞാൻ സമ്മതിച്ചു. ഹാപ്പി? ആർ യു ഹാപ്പി? ആർ യു ഹാപ്പി? ഞാൻ ഇന്ന് ഇത്രയ്ക്ക് ആലോചിക്കാൻ ഒരേ ഒരു കാരണമുണ്ട്. ഒരാളാണ്. ഞാനാണ്. അവരാണ് എന്റെ ഇൻസ്പിറേഷൻ. ഞാനാണ്. അദ്ദേഹം മാത്രം എന്റെ മോട്ടിവേഷൻ. അദ്ദേഹത്തിന്റെ പേര് ഞാൻ തന്നെ. അഭിരാം. ഹായ്. ജീവൻ രക്ഷിക്കുന്നത് വെറും പച്ചനോട്ടല്ല, വെള്ളക്കോട്ടാണെന്ന് പറഞ്ഞു. മനുഷ്യന്റെ ജീവിതത്തിന് EMI ഓപ്ഷൻ വേണമെന്നും പറഞ്ഞു. I love you, da. ഇതൊരു പുതിയ അനുഭവമായിട്ടാ എനിക്ക് തോന്നുന്നത്. നീ എനിക്കൊരു ഗിഫ്റ്റ് തരുമോ? എന്റെ ജീവിതകാലം മുഴുവൻ നീ ഉണ്ടാവണം. അത് നടക്കില്ല. ഓൾറെഡി അവന് വേറെ ആളുണ്ട്. അറിയാത്ത കാര്യം സംസാരിക്കില്ല ഡാഡി. എത്ര പെമ്പിള്ളേരെ ഇവന്റെ പുറകെ നടന്നെന്നറിയോ? പക്ഷെ ഒരു പെണ്ണിനെ ഇവൻ തിരിഞ്ഞു നോക്കിയില്ല. ഹീസ് മൈ സോൾമേറ്റ്. ഹലോ, പറയടാ. പെണ്ണ് ഓക്കേന്ന് പറഞ്ഞ പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതാ ചേട്ടാ ജ്യൂസ്. ഇവൻ അഭിയാണോ രാമാണോ? എടാ, ട്വിറ്റർ കണ്ടുപിടിച്ച ആരാടാ? ജാക്ക് ഡോർസ്. എങ്കിൽ നീ രാം തന്നെ. എന്താടാ നീ ബിയർ ഫാക്ടറി ഓണറാണെന്നും പറഞ്ഞ് ആശ്ചര്യപ്പെടുത്തുന്ന കഥകളെല്ലാം പറഞ്ഞ് മനസ്സിനുള്ളിൽ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കുമല്ലേ? എടാ, ഹൃദയപൂർവ്വം പറയാടാ, പെണ്ണാണെങ്കിൽ അത് ഹാപ്പിയാ. എന്റെ മരുമകളാവേണ്ടത് ഹാപ്പിയാ. അതുകൊണ്ടാണ് ഞാൻ ഹാപ്പി. അതുകൊണ്ടാണ് ഞാനും ഹാപ്പിയെ സ്നേഹിക്കുന്നത്. തെറ്റ് ചെയ്യണമെന്ന് തോന്നുന്നു. അഭി സ്നേഹിക്കുന്ന പെണ്ണിനെയാണ് ഞാനും സ്നേഹിക്കുന്നതെന്നും, അതായത് രണ്ടുപേരും ഒരേ പെണ്ണിനെ സ്നേഹിക്കാൻ പാടില്ലല്ലോ. എടാ, നിങ്ങൾ രണ്ടുപേരും രണ്ടുപേരാണെന്ന് ആരാ പറഞ്ഞേ? ലോകത്തിൽ ഇത്ര പെണ്ണുങ്ങൾ ഉള്ളപ്പോ ആ അഭി എന്തിനാ ആ പെണ്ണിനെ ലവ് ചെയ്യണം? അഭി ലവ് ചെയ്ത അതേ പെണ്ണിനെ നീ എന്തിനു ലവ് ചെയ്യണം? നിനക്ക് രണ്ട് ബ്രെയിൻസ് ഉണ്ടെങ്കിലും മനസ്സ് ഒന്നു മാത്രമേ ഉള്ളടാ. ഫസ്റ്റ് ടൈം രണ്ടുപേരും ഒരേപോലെ ചിന്തിക്കുന്നത് എനിക്ക് വളരെ സന്തോഷായി മോനെ, വളരെ സന്തോഷായി. അർജന്റായിട്ട് നിന്റെ ഹാർട്ടിലുള്ള ആ കാര്യം അബിയുടെ ബ്രെയിനിൽ ഇട്ടേക്കണം. പ്രഭ, എന്താടി വന്നോ? വന്നു. എടാ, ട്വിറ്റർ കണ്ടുപിടിച്ചത് ആരാ? രാം ഗോപാൽ വർമ്മ. നിന്റെ ബ്രദർ രാം എന്ത് ചെയ്തെന്ന?
എനിക്ക് 2 ബ്രെയിൻസ് ഉണ്ടെങ്കിലും ഞാനത് അക്സെപ്റ്റ് ചെയ്തില്ലേ. എന്നാലും എന്റെ ഡാഡി അക്സെപ്റ്റ് ചെയ്യുന്നില്ല. നിന്റെ ഡാഡി ഞാൻ ഓൾറെഡി അക്സെപ്റ്റ് ചെയ്യിപ്പിച്ചു. എന്ത്? നാളെ തന്നെ നമ്മുടെ എൻഗേജ്മെന്റ് ആണ്. എങ്ങനെ സമ്മതിപ്പിച്ച്? ഹിപ്നോട്ടൈസ്. യെസ്. നമസ്കാരം. വളരെ സന്തോഷായി. നിങ്ങൾ ഈ കല്യാണത്തിന് സമ്മതിച്ചു എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സമ്മതിച്ചിട്ടില്ലല്ലോ, സമ്മതിപ്പിച്ചതല്ലേ. അതേന്നെ. Thank കൺഗ്രാറ്റുലേഷൻസ് you. ഡോക്ടർ. ബ്രെയിൻ സർജനിൽ Thank you. നിങ്ങളെ നമ്പർ 1 ആയി സെലക്ട് ചെയ്തിട്ടുണ്ട്. ഡബിൾ കൺഗ്രാറ്റ്സ്. അങ്കിളെ, നിങ്ങൾക്ക് കാര്യം അറിയില്ലെന്ന് തോന്നുന്നു. ഓൾറെഡി നിങ്ങളുടെ മകൾക്കും എനിക്ക് തമ്മില് ആകേണ്ട കാര്യങ്ങളൊക്കെ സംഭവിച്ചു. ഒരു പ്രാവശ്യം ഒരുമിച്ചിരുന്ന് കഴിക്കാന്നൊക്കെ വിചാരിച്ചു. കല്യാണത്തിന് മുമ്പ് വേണ്ട. എന്റെ മോളുടെ ജീവിതം 4 പേരുടെ മുൻപിൽ ഒരു ന്യൂസ് പേപ്പർ ആവരുതെന്ന് വെച്ചിട്ടാണ് ഇതിന് ഞാൻ സമ്മതിച്ചത് തന്നെ. കോളേജിലെ റൗഡി പിള്ളേരുണ്ടാവുന്ന വെച്ച് പെൺകുട്ടികളെ വുമൻസ് കോളേജിൽ ചേർക്കുന്ന സാധാരണ അച്ഛന്മാരെ പോലെ ഞാനും ഒരു അച്ഛനാണ്. പേടിയാവുന്നു സാറേ. സത്യത്തിൽ നിങ്ങൾക്കൊരു പെണ്ണുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഒരുത്ത കയറി വന്ന് നിങ്ങളുടെ മോളെ ഞാൻ റേപ്പ് ചെയ്യുമെന്ന് പറഞ്ഞ, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമെന്ന് പറഞ്ഞ, കുടുംബം നശിപ്പിക്കുമെന്ന് പറഞ്ഞ നിങ്ങൾ എന്ത് ചെയ്യും സാറേ? കൊല്ലും സാർ അവനെ. ഞാൻ കല്യാണം കഴിപ്പിക്കും സാറേ. നിങ്ങളുടെ മോന് ഞാൻ കെട്ടിച്ചു കൊടുക്കും സാറേ. ദിവസവും കള്ളും കുടിച്ച് പ്രായമായവരെ ബഹുമാനിക്കാത്ത അബിക്ക് ഞാൻ കൊടുക്കില്ല. രാമനെ കൊണ്ട് കെട്ടിക്കും. ഒരു മനുഷ്യൻ എങ്ങനെയൊക്കെ ഉണ്ടാവരുതോ എന്ന് നമ്മളൊക്കെ അറിയാൻ ഉദാഹരണത്തിന് അബിയെ കാണിക്കാം. ഒരു മനുഷ്യൻ എങ്ങനെ ഉണ്ടാവണമെന്ന് നമ്മളൊക്കെ അറിയണമെങ്കിൽ ഉദാഹരണത്തിന് രാമനെ കാണിക്കാം. സോ രാമന് ഞാൻ തരാം, അബിക്കൊരിക്കലും തരില്ല. അതെങ്ങനെ സാധിക്കും പറയൂ? അഭിയും രാമും രണ്ടുപേരും വേറെ വേറെ അല്ലല്ലോ. വേറെ ആക്കാലോ. ഇവന്റെ കുട്ടിപ്രായത്തിൽ 30 ലക്ഷം ആവുമെന്ന് പറഞ്ഞു. നിങ്ങളെ കൊണ്ട് പറ്റില്ലെന്നും പറഞ്ഞു. പക്ഷേ ഇപ്പൊ 30 ലക്ഷം, അതിനടുത്തൊരു 0, അതിനടുത്തൊരു 0, എത്ര വേണേലും ഞാൻ ചെലവാക്കാൻ തയ്യാറാണ് എന്റെ മോൾക്ക് വേണ്ടി. രാം പ്ലസ് ആണെങ്കിൽ അബി മൈനസ് ആണ്. അബിയുടെ ബ്രെയിൻ ഞാൻ റിമൂവ് ചെയ്തേക്കാം. റിമൂവ് ചെയ്യാന്നല്ല പറയുന്നത്, അവനെ കൊല്ലാന്നാ പറയുന്നത്. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും പറയാം സാറേ. അബിയെ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഒന്ന് പറഞ്ഞേ. ദേ ഞങ്ങളുടെ ജോലിക്കാരിയുടെ മോളാ RMB ഡോക്ടർ. ആട്ടെ, നമ്മുടെ അബി ആരാണ്? 1ാം നമ്പർ അക്വിസ്റ്റ്. രാമിന് കൊച്ചു ജനിച്ചാലേ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിപ്പിക്കുക. വൈഫിനെയും വിളിച്ചോണ്ട് വേൾഡ് മൊത്തവും കറങ്ങിയേച്ചും വരും. എന്നാൽ അബീനെ എടുത്താലോ ഷെയർ ഓട്ടോയിലാണ് കൊണ്ടുപോവാ. സാറേ, നിങ്ങളുടെ മോൻ അഭിരാം ആണെങ്കിൽ എന്റെ മോളെ ഞാൻ തരില്ല. നിങ്ങളുടെ മകൻ വെറും രാമാണെങ്കിൽ. അഭിയെ വളർത്തിയത് ഞാനാണ് സാർ. അവൻ അങ്ങനെ പറയില്ല, ഞാൻ വിശ്വസിക്കില്ല. സത്യമാണോ? ഇപ്പൊ വിശ്വാസമായോ? യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ. യൂട്യൂബ് അപ്ലോഡ്. എനിക്കുള്ളത് ഒറ്റ മകനാ, അതും രാമാണ്. മുഹൂർത്തം നിശ്ചയിച്ചിട്ട് എന്നെ അറിയിക്കൂ. ഡാഡി. മോളെ, എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. അവൻ അബി 4 ദിവസം കഴിഞ്ഞ് വന്ന് അവൻ ഇഷ്ടമാണെന്ന് നീ പറഞ്ഞു. അവനാണ് രാം. രാമിനെ എല്ലാവർക്കും ഇഷ്ടമാവും. രാമിന്റെ കൂടെയാണ് നിനക്ക് കല്യാണം. വരൂ.